വെക്റ്റർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു 2 × 3 = 3 × 2 = 6 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഇതിന് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് എന്നാണ് വിളിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. പക്ഷേ വെക്ടറിൻ്റെ കേസിൽ വെക്ടർ എ ക്രോസ് വെക്ടർ ബി = വെക്ടർ ബി ക്രോസ് വെക്ടർ എ ആയിരിക്കില്ല, മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ ആയിരിക്കും. ഇതിന് നമ്മൾ വെക്ടർ പ്രൊഡക്റ്റ് ഈസ് ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് എന്നാണ് പറയുന്നത്. കാരണം എന്താ? ബിക്കോസ് അതിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. ഈ കേസിൽ നമുക്ക് ഡയറക്ഷൻ ഇല്ല. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കണ്ടിരുന്നു. XYZ എടുക്കാം. എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും. ഓക്കെ, ഇതിൽ നമ്മൾ കണ്ടിരുന്നു എക്സും ഇസഡും കൂടെ ഉള്ള രണ്ട് വെക്റ്റേഴ്സ് ഉണ്ട്. ആ പ്ലെയിനിൽ പെർപെൻഡിക്കുലറായിട്ട് ഏതാ വരുന്നത്? വൈ ആക്സിസ് ആണ് അല്ലേ. എക്സും ഇസഡിനും പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ആക്സിസ് ആണ് വൈ ആക്സിസ്. ഇനി ഇതിൽ എക്സിലും വൈയിലും രണ്ട് വെക്റ്റേഴ്സ് ഉണ്ട്. അതിന് ഞാൻ എ ബി എന്നെടുത്തു. വെക്ടർ എ ക്രോസ് വെക്ടർ ബി = നമ്മളിപ്പോൾ കണ്ടിരുന്നു AB sin θ n എന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. വെക്ടർ എ ക്രോസ് വെക്ടർ ബി = AB sin θ n. ഈ n ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഈസി ആയിട്ടുള്ളത്. ദെൻ ഏത് ചെയ്യണം? ഇവിടെ ഞാൻ എ എടുത്തു, ഇത് ബി എടുത്തു. ഓക്കെ, ഇനി എ ക്രോസ് ബി, അതായത് ഞാൻ ആദ്യം ഏത് വെക്കണം? എയിൽ നിന്ന് ബിയിലേക്ക് കേൾ ചെയ്തു. ഇവിടുന്ന് ഇങ്ങനെ കേൾ ചെയ്താൽ എയിൽ നിന്ന് ബിയിലേക്ക് കേൾ ചെയ്തു. എയിൽ നിന്ന് ബിയിലേക്ക് കേൾ ചെയ്താൽ നമുക്കറിയാം അതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഏതാ? വൈ ആക്സിസ് വന്നു, എക്സും ഇസഡും. ഇനി തിരിച്ചാണ് ഞാൻ എടുക്കുന്നതെങ്കിലോ ബിയിൽ നിന്ന് എയിലേക്ക് ഞാൻ കേൾ ചെയ്യണം അല്ലേ. അതായത് എങ്ങനെ പിടിക്കണം? ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് കേൾ ചെയ്യുന്നത്. ബിയിൽ നിന്ന് എയിലേക്ക്, ബിയിൽ നിന്ന് എയിലേക്ക്. ഇങ്ങോട്ടാണ് വരുന്ന ഡയറക്ഷൻ അല്ലേ. നേരത്തെ എങ്ങോട്ട് വന്നു ഡയറക്ഷൻ? ഇങ്ങോട്ട് വന്നു. അതായത് ഈ പോസിറ്റീവ് വൈ ആക്സിസ് ആയിരുന്നു ഫസ്റ്റ് കിട്ടിയത്. ഇപ്പം നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് വൈ ആക്സിസ് കിട്ടും അല്ലേ. ഇങ്ങോട്ട് വന്നു. ആദ്യത്തെ കേസിൽ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ട് വന്നു. രണ്ടും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ എന്ത് മാറും? ഡയറക്ഷൻ മാറും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? വെക്ടർ പ്രൊഡക്റ്റ് ഈസ് ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ്. ദെൻ വെക്ടർ എ ക്രോസ് വെക്ടർ ബി = മൈനസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ എന്ന് വരുന്നത്. ദെൻ വെക്ടർ എ ക്രോസ് വെക്ടർ ബി = AB sin θ n ആണ്. n എന്ന് പറയുന്ന ഡയറക്ഷനാണ്. ഡയറക്ഷൻ മാറുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത്? ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിരുന്നു 2 × 3 + 4 = നമ്മൾ എന്ത് ചെയ്യും? 2 × 3 ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യും? 2 × 4 ചെയ്യും. ദാറ്റ് ഈസ് 2 × 3 + 2 × 4 ചെയ്യും. നമുക്കറിയാം 2 3s are 6 + 2 4s are 8. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഞാൻ രണ്ട് വെക്റ്റേഴ്സ് എടുത്തു. വെക്ടർ എ, അടുത്ത വെക്ടർ ബി പ്ലസ് വെക്ടർ സി കൊടുത്തു. ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, വെക്ടർ എ ക്രോസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി. ഇത് എന്ന് പറയുന്ന അഡീഷനാണ്, ഇതെന്ന് പറയുന്ന വെക്ടർ പ്രൊഡക്റ്റ് ആണ്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ്റെ പോലെ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യും. = നമുക്ക് റിസൾട്ടൻറ്റ് കിട്ടുന്നത് വെക്ടർ എ ക്രോസ് വെക്ടർ ബി പ്ലസ് വെക്ടർ എ ക്രോസ് വെക്ടർ സി എന്ന് കിട്ടും. വെക്ടർ എ ക്രോസ് വെക്ടർ ബി പ്ലസ് വെക്ടർ എ ക്രോസ് വെക്ടർ സി എന്ന് കിട്ടും. അതായത് ഇതിനെ പറയുന്നത് നമ്മൾ വെക്ടർ പ്രൊഡക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ എന്നാണ്. സാധാ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ വെക്ടർ എ ക്രോസ് വെക്ടർ ബി പ്ലസ് വെക്ടർ എ ക്രോസ് വെക്ടർ സി. അതിനർത്ഥം എന്താ? ഈ ബ്രാക്കറ്റ് ഇട്ടതിനാണ് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇത് ആദ്യം ചെയ്യണം, അതിന് ശേഷം ഇത് ചെയ്യണം. ഇത് നിങ്ങൾ റൂൾസ് എല്ലാം പഠിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് വേണം അത് ആഡ് ചെയ്യാൻ. പാരലൽ ആൻഡ് ആൻറ്റി പാരലൽ വെക്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാരലൽ വെക്ടർ എന്നറിയാം, ഇതും ഇതും. ഞാൻ വെക്ടർ എയും വെക്ടർ ബി എടുത്തു. അത് രണ്ടും പാരലൽ വെക്റ്റേഴ്സാണ്. അതായത് രണ്ട് വെക്റ്റേഴ്സ് ഇങ്ങനെ ഇരുന്നു. ഇങ്ങനെ ഇരുന്നാൽ പാരലൽ വെക്റ്റേഴ്സായി. ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? തമ്മിൽ ആംഗിൾ = 0 ആണ് അല്ലേ. θ = 0 ആണ്. ആൻറ്റി പാരലൽ വെക്റ്റേഴ്സ്, ആൻറ്റി പാരലൽ വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ. ഒന്ന് ഇങ്ങോട്ടും പോയി, ഒന്ന് ഇങ്ങോട്ടും പോയി. രണ്ട് വെക്റ്റേഴ്സ് ഒന്നിങ്ങോട്ട് ഒന്നിങ്ങോട്ട്.
തമ്മിൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി കിട്ടിയല്ലേ? ഇവിടെ ഇത് വെക്ടർ എ എടുത്തു, ഇത് വെക്ടർ ബി എടുത്തു. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടിരുന്നു വെക്ടർ പ്രൊഡക്റ്റ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് എന്ന് കണ്ടിരുന്നു അല്ലേ? എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ നമുക്കിപ്പോൾ എടുക്കണ്ട, അതവിടെ വെക്കുക. ഓക്കെ, ഇവിടെ തീറ്റ, ഈ രണ്ട് കേസിലും നമുക്ക് ഈ തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു, സപ്പോസ് ഈ വെക്ടർ എയും വെക്ടർ ബിയും പാരലൽ വെക്ടേഴ്സ് ആണെങ്കിൽ, പാരലൽ വെക്ടർ എന്ന് പറഞ്ഞാൽ തീറ്റ ഈക്വൽ ടു 0 വന്നു. അപ്പോൾ എന്ത് വന്നു? ഈക്വൽ ടു എ ബി സൈൻ 0 വരും അല്ലേ? സൈൻ 0യുടെ വാല്യൂ എത്രയാണ്? സൈൻ 0 ഈസ് ഈക്വൽ ടു 0 ആണ്. ദെൻ ഈ വാല്യൂ 0 ആണ് എങ്കിൽ ഇൻറ്റു 0 വന്നു ആണ് എങ്കിൽ എന്താ? ഈ ഹോൾ വാല്യൂ ഈക്വൽ ടു എന്തായി? 0 ആയി. ഇനി രണ്ട് ആൻറ്റി പാരലൽ വെക്ടേഴ്സ്, ഒരു വെക്ടർ അങ്ങോട്ടും ഒരു വെക്ടർ ഇങ്ങോട്ടുമാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ 0യ്ക്ക് പകരം നമ്മൾ ഏത് കൊടുക്കണം? 180 ഡിഗ്രി കൊടുക്കണം. എ ബി സൈൻ 180 കൊടുത്തു. ഓക്കെ, എ ബി സൈൻ 180 ആയി. എ ബി സൈൻ 180യിൽ 180യുടെ വാല്യൂ എത്രയാണ്? എഗെയിൻ 0 വന്നു. ദെൻ ഈ വാല്യൂ ഈക്വൽ ടു എന്തായി? 0 ആയി. ദാറ്റ് ഈസ് ദ വെക്ടർ പ്രൊഡക്റ്റ് ഓഫ് ടു പാരലൽ ഓർ ആൻറ്റി പാരലൽ വെക്ടർ ഈസ് എ നൾ വെക്ടർ ആയിരിക്കും. ഇത് നമ്മൾ നൾ വെക്ടർ എന്നാണ് വിളിക്കുന്നത്. 0 വെക്ടർ എന്ന് വിളിക്കും. അതായത് 0 വെക്ടർ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരുന്നു. ഒരു ആർബിട്രറി ഡയറക്ഷൻ ഉള്ള ഒരു വെക്ടർ ക്വാണ്ടിറ്റി വിത്ത് 0 മാഗ്നിറ്റ്യൂഡും ആർബിട്രറി ഡയറക്ഷൻ, നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വെക്ടറിനെയാണ് നമ്മൾ 0 വെക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നൾ വെക്ടർ ഓർ 0 വെക്ടർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ തീറ്റ ഈക്വൽ ടു 0 ഓർ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടി. ഇനി നെക്സ്റ്റ് വൺ കാണാം. ഇപ്പോൾ സപ്പോസ് നമ്മൾ രണ്ട് എണ്ണം എടുക്കുന്നത് സെയിം വെക്ടർ തന്നെ എടുക്കുക. വെക്ടർ എ ക്രോസ് വെക്ടർ എ ഈക്വൽ ടു, നമുക്കറിയാം എ ഇൻറ്റു എ കിട്ടും. ദെൻ സൈൻ തീറ്റ കിട്ടി ഇൻറ്റു എൻ ക്യാപ്പ് അല്ലേ? എയും എയും കൂടി വെക്ടർ കാണുക. എ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും ഒരേ വെക്ടർ തന്നെ അല്ലേ? ദാറ്റ് ഇസ് തീറ്റ ഈക്വൽ ടു എന്ത് വന്നു? 0 വന്നു. തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ സൈൻ 0യുടെ വാല്യൂ എന്താ? 0 ആണ്. ദാറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ വെക്ടർ വിത്ത് ഇറ്റ്സെൽഫ് ഈസ് എ 0 ഓർ നൾ വെക്ടർ ആയിരിക്കും. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു 0 ആണ് വരുന്നത്. ഇനി സപ്പോസ് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, വെക്ടർ എയും വെക്ടർ ബിയും. രണ്ടും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ മീൻസ് തീറ്റ ഈക്വൽ ടു എന്ത് വന്നു? 90 ഡിഗ്രി വന്നു. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണ് എങ്കിൽ നമുക്ക് കിട്ടും വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് കിട്ടി. സൈൻ 90യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. ദാറ്റ് ഈസ് വി ഗെറ്റ് എ ബി എൻ ക്യാപ്പ് എന്ന് കിട്ടും. ദെൻ if two vectors are perpendicular to each other, then they have the maximum value and its magnitude is AB and its direction is n cap ആയിരിക്കും. Okay, that is vector A cross vector B is equal to AB sin theta n cap കിട്ടി equal to AB n cap എന്ന് കിട്ടി. That is vector A cross vector B is equal to AB n cap എന്ന് കിട്ടി. That is the vector product of two vectors which are perpendicular to each other, then magnitude is their product of their magnitudes ആയിരിക്കും. ഇനി നമുക്ക് വെക്ടർ എ ക്രോസ് വെക്ടർ ബി എഴുതിയതുപോലെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഐ ജെ കെ, ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ്, 3 യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട് അല്ലേ? എക്സ് വൈ ഇസഡിൻ്റെ 3 വെക്ടേഴ്സ്, 3 യൂണിറ്റ് വെക്ടേഴ്സ്. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതായത് വെക്ടർ പ്രൊഡക്റ്റ് കാണാം. വെക്ടർ ഐ ക്യാപ് എന്തായിരിക്കും? 0 ആണ് നമ്മൾ കണ്ടിരുന്നത് അല്ലേ? ബിക്കോസ് തീറ്റ ഈക്വൽ ടു 0 ആണ്. രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഐ ക്യാപ് ക്രോസ് ഐ ക്യാപ് ഈക്വൽ ടു 0 വന്നു. സെയിം വേ ജെ ക്യാപ് ക്രോസ് ജെ ക്യാപ് എന്തായിരിക്കും? 0 ആയിരിക്കും. വൺ മോർ കെ ക്യാപ് ക്രോസ് കെ ക്യാപ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഒരു വെക്ടർ വിത്ത് ഇറ്റ് സെൽഫ് അതിൻ്റെ പ്രൊഡക്റ്റ് വെക്ടർ പ്രൊഡക്റ്റ് ഈസ് 0 എന്ന് കണ്ടു. ഇനി നമ്മൾ ഐയും ജെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഐ ക്യാപ് ക്രോസ് ജെ ക്യാപ് ഈക്വൽ ടു ഐ ക്യാപ് ക്രോസ് ജെ ക്യാപ്. ഐ എന്ന് പറയുന്ന എക്സ് ഡയറക്ഷനും ജെ എന്ന് പറയുന്നത് വൈ ഡയറക്ഷനുമാണ്. അത് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിലാണ് എങ്കിൽ ഡയറക്ഷൻ ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ the perpendicular to the plane containing which contains
2 വെക്റ്റേഴ്സാണ്. ദെൻ എക്സും വൈയും എന്നുള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഏതാ? ഇസഡ് ആക്സിസ് ആണ്. ഇസഡ് ആക്സിസിൻ്റെ യൂണിറ്റ് വെക്റ്റർ ഏതാണ്? കെ ക്യാപ്പ് ആണ്. ദാറ്റ് ഈസ് ഐ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് ഈക്വൽ ടു കെ ക്യാപ്പ് എന്ന് കിട്ടി. ഇനി അടുത്തത് ജെയും കെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ജെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ്. സെയിം വേ ജെയും കെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും ഏത്? ഐ ക്യാപ്പ് ആയിരിക്കും കിട്ടുക. ഇനി അടുത്തത് കെയും ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. കെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ്. കെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ഇസ് ഇക്വൽ ടു ജെ ക്യാപ്പ് ആയിരിക്കും കിട്ടുക. ഇനി ഇതിന് നേരെ തിരിച്ചായിരുന്നുവെങ്കിലോ? ഇത് എക്സ് വൈ ഇസഡ് ഇത് ഇങ്ങനെ തന്നെ പോവുക. എക്സിന്ന് വൈന്നും എക്സ് വൈ ഇസഡ് ഇത് ഇങ്ങനെ തന്നെ പോകും. നേരെ തിരിച്ചാണ് വരുന്നത് എങ്കിൽ നമുക്ക് നെഗറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് ജെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ഈക്വൽ ടു മൈനസ് കെ ക്യാപ്പ് കിട്ടും. കെ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് ഈക്വൽ ടു മൈനസ് ഐ ക്യാപ്പ് കിട്ടും. ദെൻ ഐ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ഈക്വൽ ടു മൈനസ് ജെ ക്യാപ്പ് കിട്ടും. ഡയറക്ഷൻ മാറി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഐ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് ഈക്വൽ ടു കെ ക്യാപ്പ്. ജെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ഈക്വൽ ടു ഐ ക്യാപ്പ്. ആൻഡ് കെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ഈക്വൽ ടു എന്ത് വന്നു? ജെ ക്യാപ്പ് വന്നു. ഇതിങ്ങനെ ഓർക്കണം. ഐ ജെ കെ ഇങ്ങനെ. ഐ ജെ ജെയും കെയും കൂടെ കെയും ഐയും കൂടെ. ഇനി നേരെ തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് വരും. ഐയും കെയും കൂടെയും ആണ് എങ്കിൽ എന്ത് വന്നു? കെയും ജെയും കൂടെ ആണെങ്കിൽ മൈനസ് വന്നു. ദെൻ ഇതാണ് നമ്മുടെ വെക്റ്റർ പ്രൊഡക്റ്റ് യൂണിറ്റ് വെക്റ്റേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്.